വിക്രം അങ്ങനെ വേദയുടെ വീട്ടിലായിരിക്കും താമസം. വിക്രം വീട്ടിൽ ഉള്ളതുകൊണ്ട് ദീപ്തിയുടെ സഹായം വേദയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ദീപ്തിയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി വേദ ഒരുപാട് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ലായിരുന്നു. പക്ഷെ വേദ എല്ലാം ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം മാനേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വിക്രത്തിൻ്റെ കാല് ഓരോ ദിവസവും ബെറ്ററായി വരുന്നുണ്ട്. വിക്രത്തെ വേദ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു മാറ്റം തന്നെ വിക്രത്തിന് ഉണ്ടാവുന്നുണ്ട്. ഫുഡ് വിക്രത്തിന് കൊണ്ടുവന്ന് കൊടുക്കാൻ മാത്രമാണ് വേദ ഒരുപാട് പാടുപെട്ടത്. പക്ഷെ ആരും കാണാതെ വേദ അതെല്ലാം മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ വേദയുടെ കൈ പൊള്ളാനിടയാകുന്നു. വേദ പക്ഷേ ആ പൊള്ളൽ കാര്യമാക്കുന്നേ ഉണ്ടാകില്ല. ഒരു മരുന്ന് അതിൽ തേക്കാനോ ഒന്നിനും തന്നെ തയ്യാറാകുന്നുണ്ടാവില്ല വേദ. വേദയുടെ മനസ്സിൽ വിക്രത്തിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. വിക്രത്തിൻ്റെ കെയറിങ്ങും ഫുഡ് കൊടുക്കുന്നതും ഒക്കെ അങ്ങനെ ഉള്ള ചിന്തകളായിരിക്കും വേദയുടെ മനസ്സിൽ. അങ്ങനെ പൊള്ളലേറ്റ വേദ റൂമിൽ വന്ന് ഡോറ് അടയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ കൊളുത്തിടുമ്പോൾ ചെറിയൊരു വേദന വേദയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ വിക്രം ഉടനെ ചോദിക്കും, എന്തു പറ്റി വേദ, എന്താ? അതൊന്നുമില്ല, എൻ്റെ കൈ ചെറുതായി ഒന്ന് പൊള്ളിയതാ. അയ്യോ, എങ്ങനെ ഒന്ന് കാണിച്ചത് നോക്കട്ടെ, എങ്ങനെ പൊള്ളിയേ? അങ്ങനെ വേദയുടെ കൈകൾ വിക്രം നോക്കുന്നു. പൊള്ളിയത് കാണുമ്പോൾ വിക്രത്തിന് സങ്കടമാകുന്നുണ്ട്. വിക്രം വേദയുടെ കൈകൾ ശ്രദ്ധാപൂർവം നോക്കിയ ശേഷം പറയുകയാണ്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വേദേ, നല്ലതുപോലെ പൊള്ളിയല്ലോ, എന്നിട്ടാണോ ചെറുതായി ഒന്ന് പൊള്ളിയെന്ന് പറഞ്ഞേ? വിക്രം ശേഷം കൈ ഊതി കൊടുക്കുന്നുണ്ട് വേദയ്ക്ക്. ശേഷം കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് വയ്യാത്ത ആ ഒരു കാലും കൊണ്ട് ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി വളരെ കഷ്ടപ്പെട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെല്ലുകയാണ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്നും ഓയിൽമെൻറ്റ് എടുത്ത് പിന്നെ വേദയെ കട്ടിലിൽ ഇരുത്തിയ ശേഷം കയ്യിൽ ഓയിൽമെൻറ്റ് പുരട്ടി കൊടുക്കുകയാണ് വിക്രം. വളരെ ശ്രദ്ധാപൂർവ്വമാകും ഓയിൽമെൻറ്റ് തേച്ച് കൊടുക്കുന്നത്. ഒന്ന് ചെറുതായി കൈ പൊള്ളിയപ്പോഴേക്കുള്ള വിക്രത്തിൻ്റെ ആ ഒരു കെയറിങ് കാണുമ്പോൾ വേദ ശരിക്കും ഷോക്കായി വിക്രത്തെ ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം നോക്കുന്നുണ്ട്. തന്നോട് എത്ര കരുതലാണ് വിക്രത്തിന് എന്നാകും വേദയുടെ മനസ്സിൽ. വേദ കണ്ണെടുക്കാതെ വിക്രത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം ചോദിക്കുകയാണ്, എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഒന്ന് ചെറുതായി കൈ പൊള്ളിയപ്പോഴേക്കുള്ള എന്നോടുള്ള ഒരു കെയറിങ് കണ്ടിട്ട് ഞാൻ നോക്കിയതാ. കളിയാക്കാണോ നീ? എന്തിനാ കളിയാക്കുന്നേ? എൻ്റെ ഭർത്താവിന് എന്നോടുള്ള സ്നേഹം കണ്ടു പറഞ്ഞതാണെന്നേ. മതി ഓയിൽമെൻറ്റ് തേച്ചത്, ഞാൻ ഓക്കെയാണ് വിക്രം. ഞാൻ വിക്രത്തിന് കഴിക്കാനുള്ള ടാബ്ലറ്റ്സ് എടുത്ത് തരാം. അങ്ങനെ വേദ ടാബ്ലറ്റ്സ് എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നു. ശേഷം അവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുകയാണ്. വേദ പറയുകയാണ്, എനിക്കിനി അധികം സമയമില്ല. എത്ര നാൾ പറഞ്ഞെങ്ങനെ ഒളിച്ചു കഴിയുക വിക്രം? എത്രയും വേഗം കേസ് തെളിയിക്കണം. ഇനി അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. കേസ് തെളിയിക്കാതെ ആ വാസവൻ ശാന്തനാകില്ല. എങ്ങനെയെങ്കിലും വിക്രത്തെ കിട്ടിയാൽ കൊല്ലണം പറഞ്ഞ് നടക്കുകയാണല്ലോ ആ വാസവൻ. എങ്ങനെയെങ്കിലും സത്യം പുറത്ത് കൊണ്ടുവന്നേ മതിയാകൂ എന്നിങ്ങനെ പറയുന്നു. ഈ സമയം വിക്രം പറയുകയാണ്, വാസവൻ ഇപ്പോൾ തന്നെ വീട്ടുകാരെ എത്രയാ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. പാവ അച്ഛനും ചേട്ടന്മാരൊക്കെ എന്ത് ചെയ്തിട്ടാ ഇത്രയൊക്കെ അനുഭവിക്കുന്നത്? ഞാൻ ഇലക്ഷൻ്റെ വർക്കിന് ഇറങ്ങാതെ തന്നെ അന്ന് തന്നെ എല്ലാം നിർത്തിയതായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചിലപ്പോൾ സംഭവിക്കില്ലായിരുന്നു. ആ സമയം വേദ പറയുകയാണ്, അത് വിക്രത്തിൻ്റെ തോന്നലാ. കാര്യം ഞാൻ ശ്രീനിവാസൻ്റെ കൂട്ടിൽ നിന്ന് വിക്രത്തെ ഇറക്കാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. വിക്രം അന്ന് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഇറങ്ങിയില്ലെങ്കിലും വിക്രത്തെ കൊടുക്കാൻ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ വിക്രത്തെ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ എന്തായാലും നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് മാത്രമല്ല, അത് ഏതെങ്കിലും കാരണം കൊണ്ട് എന്തായാലും വിക്രത്തെ അവരെ കൊടുക്കിയിരിക്കുന്ന ഉറപ്പാണ്. അല്ല, അതെന്താ നിനക്ക് അത്ര ഉറപ്പ്? അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ ആരാണെന്ന് നിനക്കറിയോ വേദ? അറിയാമെന്ന് കൂട്ടിക്കോളൂ, പക്ഷെ ഇപ്പോൾ അത് ആരാണെന്ന് എന്നോട് ചോദിക്കരുത്. എല്ലാ തെളിവുകളും എനിക്ക് ലഭിക്കട്ടെ, ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇത് മാത്രമായിരിക്കില്ല, അപ്പോൾ വിക്രം അറിയും, ഒരുപാട് കാര്യങ്ങൾ അറിയും. ഇപ്പോൾ വിക്രം ഏതായാലും ഒന്ന് റെസ്റ്റ് എടുക്കൂ. ഓക്കെ. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു. എങ്കിൽ ഞാനൊന്ന് മയങ്ങട്ടെ. വിക്രം അങ്ങനെ കിടക്കുന്നു. വിക്രം കിടക്കാൻ തുടങ്ങുന്നത് കാണുമ്പോഴേക്കും വേദ വേഗം വന്ന് വിക്രത്തിന് പുതപ്പ് പുതച്ചു കൊടുക്കുന്നുണ്ട്. വിക്രം അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവും വേദ ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ. വേദ ഒരു കൊച്ചുകുട്ടിയെ പോലെ കെയർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ വിക്രത്തിന് വേദയോടുള്ള സ്നേഹം കൂടി കൂടി വരികയാണ്.
അങ്ങനെ വിക്രം ഉറങ്ങുന്നു. വേദയാണെങ്കിൽ കേസിൻ്റെ കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ നോക്കി വിക്രത്തിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിങ്ങനെ ചെയ്യുകയാണ്.